What's happening people, this is Kochi Majan and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് MT-15 BS6 വേരിയൻ്റ് ആണ്. ഏറ്റവും പുതിയ കളർ വേരിയൻ്റ് ആണ്. നമുക്ക് വൈറ്റ് എന്ന് പറയാം, ശരിക്കും പേരെന്ന് പറയുമ്പോൾ ഐസ് ഫ്ലൂവോ വെർമിലിയോൺ എന്നാണ് ഈ കളറിൻ്റെ പേര്. നമുക്ക് സിമ്പിളായിട്ട് വൈറ്റ് എന്ന് പറയാം വിത്ത് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലോയ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടി നന്നായിട്ട് വിജയ് യമഹ ആലോ ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വേരിയൻറ്റ് MT-15 BS6 വേരിയൻ്റാണ് ഇരിക്കുന്നത്. അവരുടെ ഏറ്റവും പുതിയ കളർ വേരിയൻ്റാണ്. ഞാൻ വേരിയൻ്റ് പേര് പറഞ്ഞു, ഒരു വായിക്കൊള്ളാത്ത പേരാണ്. അപ്പോൾ വൈറ്റ് എന്ന് നമുക്ക് പറയാം, സിമ്പിളായിട്ട് നമുക്ക് വൈറ്റ് എന്ന് പറയാം. ലുക്സിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല, ആ ഒരു കളർ സ്കീം മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ എൻജിൻ BS6 കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ബാക്ക് ടയർ ഇപ്പോൾ റേഡിയൽ ടയേഴ്സാണ് തന്നെ. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് ഉണ്ട്, നമുക്ക് ഗിയറിലിട്ട വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ നമുക്ക് MT-15 ഉള്ളൂ. ബാക്കി ഒരു വ്യത്യാസമില്ല. ഓടിക്കാനായാലും എല്ലാ കാര്യത്തിലും ഓൾമോസ്റ്റ് പഴയ MT-15 അതേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ MT-15 BS6നും നമുക്ക് കാണാവുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം അതേ സെയിം ടൈപ്പ് ഓഫ് ഹെഡ് ലാമ്പ് തന്നെയാണ്, അതിനും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്, അവിടെ തന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും കൊടുത്തേക്കണേ. അതുകൂടാണ്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡർ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരാൻ പോയാൽ 282 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് ആണ് നമുക്ക് സെയിം R15 V3 കണ്ടേക്കണേ. അതേ ടൈപ്പ് ഡിസ്ക് തന്നെയാണ് നമുക്ക് MT-15 വന്നേക്കണേ. വിത്ത് സിംഗിൾ ചാനൽ ABS ആണിത്. ബാക്കിൽ നമുക്ക് ABS അവൈലബിൾ അല്ല, ഉള്ളി നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ABS അവൈലബിൾ ആയിരിക്കുള്ളൂ. പിന്നെ സസ്പെൻഷൻ നോക്കാൻ പോയാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് MT-15നും അവൈലബിൾ ആക്കിയേക്കണേ. ഫ്രണ്ടിലത്തെ ടയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 17 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ്. നൈലോൺ ഗ്രിപ്പ് സാപ്പർ MRFൻ്റെ ടയേഴ്സാണ് ഇപ്രാവശ്യവും നമുക്ക് MT-15 കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി എഞ്ചിൻ സൈഡിലേക്ക് വരാൻ നിങ്ങൾക്ക് കാണാൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നമ്മുടെ MT-15 വന്നേക്കുന്നത്. നമ്മൾ YAMAHA R15 കണ്ടേക്കണം അതേ ടൈപ്പ് എഞ്ചിൻ തന്നെയാണ് നമുക്ക് MT-15 കാണാൻ പറ്റുക. അത് കൂടാണ്ട് ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും 18.5 PS ഓഫ് പവർ അറ്റ് 10,000 RPM. അത് കൂടാണ്ട് 13.9 Nm ടോർക്ക് അറ്റ് 8,500 RPM കൊണ്ട് തന്നെ നമുക്കൊരു 0.8 PS ആൻഡ് 0.8 Nm ടോർക്ക് നമുക്ക് BS4നെക്കാട്ടും കുറവാണ്. പക്ഷേ നമുക്കത് വലുതായിട്ടൊന്നും ഫീലൊന്നും ചെയ്യില്ല ഒരിക്കലും. കാര്യം ഇതിൻ്റെ ആ ഒരു ചെറിയൊരു പവർ വേരിയേഷനാണ്, നമുക്കത് ഒട്ടും ഈ വണ്ടിയിൽ ശരിക്കും ഒരു ഫീൽ ചെയ്യില്ല. അങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ നമുക്ക് കാണാം ആ V3യുടെ അതേ ടൈപ്പ് ഒരു എക്സോസ്റ്റ് തന്നെയാണ്. ബാക്കിലത്തെ ഡിസ്ക് സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 220 mm ബാക്ക് ഡിസ്ക് ബ്രേക്സ് ആണ്, വിത്തൗട്ട് ABS ആണ്. MT ശരിക്കും ഒരു എന്താ പറയുക മാസ്റ്റർ ഓഫ് ടോർക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കൊക്കെ സ്ലൈഡ് ചെയ്ത് കളിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ശരിക്കും ഈ ഒരു ABS ഇതിന് കൊടുക്കാത്തത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഡേഞ്ചറസ്, എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഓടിക്കുക. അപ്പോൾ ബാക്കിലത്തെ ടയർ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 17 ഇഞ്ച് തന്നെയാണ്. റേഡിയൽ ടയേഴ്സ് തന്നെയാണ് ബാക്കിലും കൊടുത്തേക്കണം. അവിടെ ചെറിയൊരു ഹഗ്ഗർ ഉണ്ട്, സെയിം നമ്മൾ V3 കണ്ടേക്കണം പോലെ. ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നിന്ന് ഒരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ടെയിൽ ലാമ്പിന് ഒരു പുതിയ ടൈപ്പ് ടെയിൽ ലാമ്പാണ്. നമുക്ക് LED ടെയിൽ ലാമ്പ്സ് ആയിരുന്നു പെട്ടെന്ന് നമുക്ക് അധികം അങ്ങനെ വ്യത്യാസം മനസ്സിലാവില്ല. ബട്ട് സ്റ്റിൽ ഒരു ചെറിയൊരു വ്യത്യാസം നമ്മുടെ ടെയിൽ ലാമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ MT-15 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സാണ്. അത് കൂടാണ്ട് നമുക്കിവിടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് നോക്കാൻ പോയാൽ നമ്മുടെ സാരി കാർഡ് അല്ലേ, ചെറിയൊരു സാരി കാർഡ്, കുഴപ്പമൊന്നുമില്ല. ഊരി കളയണോ? വേണോ ഊരി കളഞ്ഞോ? സാരി കാർഡ് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. അലോയിലിൻ്റെ കാര്യം പറയാൻ പറഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ കളർ. ഏകദേശം ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് ഷെയ്ഡ് എന്ന് നമുക്ക് പറയാൻ വേണേ. അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് നമ്മുടെ അലോയ് വീലിന് കൊടുത്തേക്കണേ. പിന്നെ ബാക്കിലത്തെ സസ്പെൻഷൻ അത് മോണോഷോക്ക് സസ്പെൻഷനാണ്, നോൺ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് MTക്ക് വരുന്നത്. ഗിയർ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആൻഡ് അസിസ്റ്റ്, സെയിം ടെക്നോളജി ഇൻ ദ R15 സെയിം തന്നെയാണ്. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ കൂളൻ ടാങ്കൊക്കെ വന്നിട്ടോ. അതെ, കൂളൻ്റെ റിസർവോയറാണ് ആ കാണുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞ് ഒരു റേഡിയേറ്റർ വിത്ത് റേഡിയേറ്റർ ഫാനും ഉണ്ട്, ചെറിയ റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാൻ പോയാൽ 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ടെക്സ്ചർ കേട്ടോ, നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ഫൈബർ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊരു അണ്ടർ ഷീൽഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം നമ്മുടെ MT-15 ഓവറോൾ ഒരു ലുക്ക്. ഈ കളർ നല്ല അടിപൊളിയായിട്ട് നല്ല വെറൈറ്റി കളറാണ്. ഇത് വൈറ്റ് എന്ന് ഞാൻ പറയില്ല, ഒരു ഗ്രേയിഷാണ്, ചെറിയ ഒരു ഗ്രേ ഉണ്ട്. ബട്ട് എല്ലാവരും വൈറ്റ് എന്നാണ് ഇതിന് പറയണത്. വിത്ത് ഇവിടെ MTയുടെ ആ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീറ്റും വ്യത്യാസമൊന്നുമില്ല, നമുക്ക് കാണാം സെയിം. ഇവിടെ ഇത്രയും കയറിയിരിക്കുന്ന സീറ്റാണ്. നമുക്ക് കയറിയിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അത്യാവശ്യം ചെറിയ വൈഡ് സീറ്റാണ്. പില്ലിയൻ സീറ്റ് ആയാലും കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. പക്ഷേ പില്ലിയൻ പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സീറ്റിൻ്റെ കംഫർട്ടായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുഷനിങ് ഉള്ളൊരു സീറ്റാണ് നമ്മുടെ MT-15. അപ്പോൾ നമുക്ക് വണ്ടിമേ കയറിയിരിക്കാം. വണ്ടിമേ കയറിയിരിക്കുമ്പോൾ തന്നെ വണ്ടിയുടെ വെയിറ്റാണ് നമുക്ക് പറയാനുള്ളത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ
ഒട്ടും ഫീൽ ചെയ്യില്ല. 138 kg ആണ്, നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുനടക്കാം. എൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 5'6" ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോഴേക്കും 810 mm ആണ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഫുട്ടാണ് കയറിയിരുന്നത്. നമ്മൾ ശരിക്കും ബാക്കിലേക്ക് ഇറങ്ങുന്നവരും കുഴപ്പമില്ലാണ്ട് എനിക്ക് കാലത്തുണ്ട്. പിന്നെ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിക്കൊണ്ട് നടക്കാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് മീറ്റർ ഓൺ ആക്കി കാണിച്ചു തരാം. ഇവിടെ സ്പീഡ്, ഫ്യൂവൽ, RPM, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ, എൻജിൻ ലാമ്പും ABS, അങ്ങനത്തെ നമ്മുടെ സെയിം V3 കണ്ടൊക്കെ വന്ന അതേ ടൈപ്പ് ഒരു മീറ്റർ തന്നെയാണ് നമ്മുടെ MT-15 വന്നേക്കണേ. ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10 liters ആണ്. മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ 50 to 55 ആ റേഞ്ചിൽ എന്തായാലും നമുക്ക് കിട്ടും. പക്ഷേ അതിന് മേളിലും കിട്ടുന്ന ആൾക്കാരുണ്ട്, അതിൽ കുറവ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ റൈഡിങ് ഇതനുസരിച്ചാണ്. ബട്ട് എന്തായാലും നമുക്കൊരു 50-55 വരെ കിട്ടും. അപ്പം നമുക്ക് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 10 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 500 to 600 kilometers വരെ നമുക്ക് ഫുൾ ടാങ്കിൽ ഈ വണ്ടിയിൽ ഓടാൻ പറ്റും. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഷോർട്ട് റിവ്യൂ. പിന്നെ ഇതിനൊന്നും മാറ്റമൊന്നുമില്ല. ഹോൺ മേളിലും ഇൻഡിക്കേറ്റർ താഴെയാണ്. അതെനിക്ക് ഇപ്പോഴും മാറിപ്പോവും ഈ MT-15 ഓടിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ആക്സിലേറ്റർ കേബിളൊക്കെ ഡുവൽ ആക്സിലേറ്റർ കേബിളാണ്. അത് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആവും നമ്മുടെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കാം. സൗണ്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല. കണ്ടോ, സൗണ്ടിന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. സൗണ്ടൊക്കെ സെയിം സൗണ്ട് തന്നെയാണ്. അതിനും ഒരു മാറ്റമൊന്നുമില്ല നമ്മുടെ പുതിയ MT-15 BS6-ന്. അപ്പോൾ ഈ നേരം നമുക്ക് വണ്ടി ഓടിക്കാം അല്ലേ. അപ്പോൾ അപ്പോൾ നമ്മുടെ റൈഡിങ് പൊസിഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സെയിം റൈഡിങ് പൊസിഷനൊന്നും ഒരു മാറ്റവുമില്ല. നമുക്ക് നല്ല അത്യാവശ്യം അപ്രൈറ്റ് ആണ്. കുറച്ച് ഫ്രണ്ടിലേക്ക് ലീൻ ഉണ്ട്, കുറച്ച് കയറിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഫുഡ് പെക്സ് ആയാലും ബാക്കിലോട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോർവേഡിലേക്കാണ് നമ്മുടെ കൂടുതലും ആ റൈഡിങ് പോസ്റ്റർ ഇരിക്കണേ. നല്ല കംഫർട്ടബിളായിട്ട് നമുക്കിത് സിറ്റിയിലേക്ക് ഓടിക്കാം കേട്ടോ. അത് ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ ആയാലും ട്രാഫിക് ഫിൽട്ടർ ചെയ്യാനായാലും ആ ഒരു പക്കാ ഒരു ആ ടൈപ്പ് ഒരു പൊസിഷനാണ്. നമുക്ക് ശരിക്കും ഒരു അഗ്രസീവ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല ഒരു റൈഡിങ് പൊസിഷനാണ്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിരിക്കും സിറ്റിയിലേക്ക് ഓടിക്കാൻ. പിന്നെ MT ആയതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 138 kg ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ശരിക്കും MT-15 അത് വെറുതെ എനിക്കറിയാം, അന്നാണ് നമ്മുടെ സ്ട്രെല്ല ഷനൊക്കെ വന്ന് കമൻറ്റ് ചെയ്തത് ഒരു റൈഡിങ് ജാക്കറ്റ് അല്ലെങ്കിൽ ഒരു ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ട് ഓടിക്കാൻ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. MT-15 ഇപ്പോഴും അതേ ആ ഒരു റിഫൈൻമെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം വൈബ്രേഷനൊക്കെ ശരിക്കും അറിയണമെങ്കിൽ ഒരു 6000 RPM കഴിയുമ്പോഴത്തേക്കും ഫുഡ് പെക്സിൽ നിന്ന് ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ വരും. ശരിക്കും R15 V3-നെക്കാട്ടൊക്കെ ഭയങ്കര വൈബ്രേഷൻ ഇതിന് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ R15 V3-ക്ക് കുറേ കിറ്റ് അല്ലെങ്കിൽ ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അങ്ങനത്തെ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ വളരെ കുറവാണ് R15 വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പോൾ കൂടുതലും റിഫൈൻമെൻറ്റ് എനിക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻസ് കുറവ് എനിക്ക് MT-15 തോന്നണേ. അത് കൂടാണ്ട് ഇത് കൊണ്ടു നടക്കാനായാലും നല്ല രസമുള്ള വണ്ടിയാണ്. നമുക്ക് നല്ല ഫണ്ണായിട്ടുള്ളൊരു വണ്ടിയാണ് MT-15. വണ്ടിക്ക് ശരിക്കും നല്ല ഇനീഷ്യൽ ഉണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് ചാടിച്ചാടിയാണ് നിൽക്കണം വണ്ടി. ശരിക്കും ആ നമ്മൾ ഫസ്റ്റിലിട്ടിട്ട് ഒന്ന് പെട്ടെന്ന് കൈ കൊടുത്ത വണ്ടി ഒന്ന് ചാടിയിട്ടാണ് പോകണേ. അപ്പോൾ അതാണ് ആ MT-15 ക്യാരക്ടർ. ആ മാസ്റ്റർ ഓഫ് ടോർക്ക് എന്ന് ഉള്ള ആ ഒരു പേര് MT-15 നിലനിർത്തണ ആ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസ് കാരണമാണ്. നമുക്ക് ആ ഇനീഷ്യൽ നല്ല രീതിയിൽ കിട്ടും. നല്ല രസമായിട്ട് നമുക്ക് ആ ഇനീഷ്യൽ കൺട്രോൾ ചെയ്യുകയും ചെയ്യാൻ പറ്റും. പിന്നെ വൈബ്രേഷൻസ് ഒക്കെ ഫീൽ ചെയ്യണമെങ്കിൽ നല്ല ഹയർ RPMs പോകണം. അതായത് നമ്മുടെ VVA ടെക്നോളജി ഉള്ള എൻജിൻ തന്നെയാണ് ഇതിനും, വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ. അപ്പോൾ ആ ഒരു RPM അല്ലെങ്കിൽ 7500 RPM കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ വൈബ്രേഷൻ കൂടുതലായിട്ട് തോന്നുന്നത്. നമുക്ക് ഈ വണ്ടിയിൽ സിമ്പിളായിട്ട് ഒരു 80-90 ഒക്കെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം വിത്തൗട്ട് ആക്ച്വേറ്റിംഗ് ദ VVA വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ നടത്താൻ. നമുക്ക് ഒരു 80 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ പോവാം. ഈ വണ്ടിയുടെ ക്രൂസിങ് സ്പീഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഇല്ലാണ്ട് 90-100 ഒക്കെ നമുക്ക് വണ്ടിയിൽ സിമ്പിളായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ വിൻ ബ്ലാസ്റ്റ് നമുക്ക് കിട്ടും. ഇത് ഒരു നെയ്ക്കഡ് സ്ട്രീറ്റ് ബൈക്കാണ്. അപ്പോൾ നമുക്ക് ആ വിൻ ബ്ലാസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഒരു അധികമൊന്നും വേണ്ട. നമുക്ക് ശരിക്കും ഒരു 70 ഒക്കെ ഈ 60, 70, 80 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വിൻ ബ്ലാസ്റ്റ് വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എനിക്കിതിൻ്റെ ഗിയർ ബോക്സ് അതും ഭയങ്കര പ്രിസൈസാണ്, ഭയങ്കര സ്മൂത്താണ്. നമ്മുടെ ക്ലച്ച് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്. ആ ഒരു സ്ലിപ്പർ ക്ലച്ചിൻ്റെ ഗുണമാണ് അത്. ശരിക്കും നല്ല സോഫ്റ്റ്വെയർ സൈഡ് ആയിട്ടുള്ള ഒരു ക്ലച്ചാണ്. അത് കൂടാണ്ട് ഈ സ്ലിപ്പർ ക്ലച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഈ വണ്ടി ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ ആ ഗുണം ശരിക്കും നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് മനസ്സിലാവും. നമ്മൾ ഹാർഡ് ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ സെയിം R15 അതേ ടൈപ്പ് സ്ലിപ്പർ ക്ലച്ച് അല്ലെങ്കിൽ അതേ ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്
നമ്മുടെ MT-15നും. സസ്പെൻഷൻ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് ഞാൻ പറയാം. സോഫ്റ്റർ സൈഡാണ്, ഹാർഡർ സൈഡൊന്നുമല്ല. നമുക്കൊരു മീഡിയം റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് ബാക്കിലത്തെ ഷോക്ക് പ്രീലോഡൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് ഓൾറെഡി ഒരു വാല്യൂവിൽ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്കത് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷനിട്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് സിറ്റിയിലൊക്കെ ആയാലും അത്യാവശ്യം ബംസും കാര്യങ്ങളൊക്കെ ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ വണ്ടി വെച്ച് നമുക്ക് ട്രാഫിക്കൊക്കെ വെറുതെ പഴം പോലെ ഫിൽട്ടർ ചെയ്യാം, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് യമഹയുടെ MT-15. കാര്യം അതിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഭയങ്കര ഫൺ ആൻഡ് ഒരു ടോയ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ ഒരു ഫൺ ക്യാരക്ടർ ഇപ്പോഴും ആ MT-15 നമ്മൾ എപ്പോൾ ഓടിച്ചാലും നമുക്ക് ആ ഒരു ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യും വണ്ടിയുടെ. പിന്നെ നിങ്ങൾക്കറിയാം വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ നടക്കുന്ന ഒരു 7,500 RPM കഴിയുമ്പോഴാണ് അപ്പോഴും നമുക്കൊരു പഞ്ച് ഫീൽ ചെയ്യും. കാര്യം നമുക്ക് ചെയ്യുമ്പോൾ MT-15 ഞാനിപ്പോൾ 6th ഗിയറിൽ എനിക്കൊരു 40-ലൊക്കെ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ സ്പീഡ് കുറച്ചുകൊണ്ടിരിക്കാം. 40-ലൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് ആക്സിഡൻറ്റ് കൊടുത്താൽ വണ്ടി അതേ രീതിയിൽ കയറിയാവും. ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് കൊടുത്താൽ നോക്കിങ് ഒന്നും ഫീൽ ചെയ്യില്ല. വണ്ടി ഒന്ന് കയറി പോകാൻ ഒരു പമ്മൽ കാണിക്കും, അത്രേ ഉള്ളൂ. പമ്മൽ എന്ന് വെച്ചാൽ മിസ്സിങ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു അത്രയും പെട്ടെന്ന് ആ ഒരു നമ്മൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആ ഒരു പമ്മൽ നമുക്ക് വണ്ടി കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നോക്കിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല വണ്ടിയിൽ നിന്ന്. ഭയങ്കര നിമ്പിളാണ്, ഭയങ്കര രീതിയിൽ ഫ്ലിക്കബിളാണ് വണ്ടി, ഭയങ്കര കൺട്രോളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വണ്ടിക്ക് എനിക്ക് കുറവായിരിക്കും എന്തായാലും. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ശരിക്കും നല്ലൊരു കാറ്റൊക്കെ അടിച്ചാൽ ചിലപ്പോൾ വണ്ടിയോടെ അങ്ങോട്ട് നീങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി അത്ര അടിപൊളി ആണെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഒരു കുറച്ച് സ്പീഡ് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു 100-120 കയറുമ്പോഴത്തേക്കും നമ്മൾ ഗിയറൊക്കെ മാറുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മുടെ MT-15. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ MT-15 BS6 വേരിയൻറ്റിന്. ബ്രേക്സിൻ്റെ കാര്യത്തിലായാലും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യാനുള്ള സെയിം ബ്രേക്സ് തന്നെയാണ് എനിക്ക്. അതിലും ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടിയതായിട്ടോ അങ്ങനെയൊന്നും തോന്നില്ല. അത്യാവശ്യം നല്ല ഒരു ബ്രേക്കിംഗ് ഓൾറെഡി MT-15 ആ ഒരു വെയിറ്റും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പറ്റിയ ആ ഒരു ബ്രേക്കിംഗ് ഉണ്ട്. ABS നമുക്ക് ഫ്രണ്ടിൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് വണ്ടി നമുക്ക് സ്റ്റോപ്പിംഗ് പവറൊക്കെ ഉണ്ട്. അതുകൂടാണ് നമുക്ക് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് അറിയാം. നമുക്ക് ഹാർഡ് ഡൗൺ ഷിഫ്റ്റൊക്കെ ആയാലും നല്ല കൺട്രോളോടെ നമുക്ക് ബാക്ക് ടയർ അധികം സ്കിഡ് ആവാണ്ട് അല്ലെങ്കിൽ ലോക്ക് ആവാണ്ട് നമുക്ക് വണ്ടി നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും സ്ലിപ്പർ ക്ലച്ച് ഉള്ളതുകൊണ്ട്. സീറ്റിംഗ് കംഫർട്ടൊക്കെ ആയാലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണെന്ന് ഞാൻ കുറച്ച് ദൂരമായി ഓടിക്കുന്നു. എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ലോങ് റൈഡ്സ് പോകാനായാലും ആകെ നമുക്ക് ആ വിൻ ബ്ലാസ്റ്റ് കാരണം ചിലപ്പോൾ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാൻ കുറേ ഓടിച്ച് കഴിയുമ്പോൾ അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഞാൻ അത്ര അടിപൊളി എന്ന് പറയില്ല, വലിയ വെട്ടമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പേരിന് ഉള്ള ഒരു ഹെഡ് ലാമ്പ് എന്ന് വേണേൽ പറയാം. അത്യാവശ്യം ഒരു ബേസിക് ഒരു വെട്ടേ നമുക്ക് ഈ ഹെഡ് ലാമ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായിരുന്നു എൻ്റെ MT-15 BS6ൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബുക്കിങ്സോ കാര്യങ്ങളെന്തെങ്കിൽ ഞാൻ വിജയഗിരി യമഹയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബുക്കിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ വണ്ടി അവൈലബിൾ ആണ്, വണ്ടി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലേക്ക് ഞെക്കി അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. മോനെ നിൻ്റെ അച്ഛൻ പോണു R15 V3.